മുംബൈ ബോട്ട് അപകടത്തിൽ രക്ഷിതാക്കളെ അന്വേഷിച്ച കുട്ടിക്ക് ആശ്വാസം എന്നുള്ളതാണ്. മാതാവും പിതാവും സുരക്ഷിതരാണ്. കുട്ടിയെ രക്ഷിതാക്കളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ അല്പസമയത്തിനകം നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ഈ ബോട്ട് അപകടത്തിൽ 13 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് പേരെ കാണാതായിരുന്നു. നേരത്തെ ഈ കുട്ടിയെ ആശുപത്രി അധികൃതർക്ക് മുമ്പിൽ എത്തിച്ചപ്പോൾ ഈ കുട്ടി കേരളത്തിൽ നിന്നുള്ള കുട്ടിയാണ്, മലയാളിയാണ് എന്നുള്ള കാര്യവും തൻ്റെ രക്ഷിതാക്കളെ കാണാനില്ല എന്നുള്ള വിവരവും പങ്കുവെക്കുകയായിരുന്നു. തുടർന്ന് ഈ രക്ഷിതാക്കൾ അപകടത്തിൽപ്പെട്ടോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് മാറിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ രക്ഷിതാക്കളെ അന്വേഷിച്ച കുട്ടിക്ക് മുമ്പിലേക്ക് ആശ്വാസ വാർത്തയായി അത് എത്തുന്നു. മാതാവും പിതാവും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ആശ്വാസം. കുട്ടിയെ രക്ഷിതാക്കളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇവർ മുംബൈയിൽ തന്നെ സ്ഥിരതാമസമുള്ള മലയാളികളാണെന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം. ഇവരുടെ വിശദാംശങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ രക്ഷിതാക്കളെ കണ്ടെത്തിയത്, കുട്ടിക്കടുത്തേക്ക് എത്തിച്ചത്? ശ്രീനാഥ്. റിജിത്ത്, ഇപ്പോൾ മുംബൈയിലെ ചാന്ദിവേലിയുള്ള ബന്ധുവീട്ടിലാണ് ഇപ്പോൾ കുട്ടിയും രക്ഷിതാക്കളും ഉള്ളത്. വലിയ ആശ്വാസമാണ്. കുട്ടി രക്ഷിതാക്കളെ കാണാതെ രാത്രി മുഴുവൻ ബുദ്ധിമുട്ടിയ വാർത്തയൊക്കെ നമ്മൾ നേരത്തെ നൽകിയതാണ്. അതിനുശേഷം ഈ കുട്ടിയുടെ അമ്മാവൻ ഈ കുട്ടി ഇങ്ങനെ ഉണ്ട്, ആശുപത്രിയിൽ ഉണ്ട് പിന്നീട് അവിടെ എത്തുകയും നവ്ഷേവ പോലീസ് അമ്മാവന് കുട്ടിയെ കൈമാറുകയുമായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ കുടുംബം യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ്, കൈപ്പട്ടൂർ എന്നതാണ് അവർ പറയുന്ന സ്ഥലം. അവിടെ നിന്ന് 2 ദിവസത്തേക്ക് ഇവിടെ കറങ്ങാൻ വേണ്ടി, മുംബൈയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്നതാണ് കുട്ടിയുടെ ബന്ധു നമ്മളോട് പറയുന്നത്. അല്പസമയം മുമ്പ് ഞാൻ സോനു കോശിയുമായി, കുട്ടിയുടെ അമ്മാവനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് എലിഫന്റ് കേവ്സിലേക്ക് യാത്ര പോകാൻ അവർ തീരുമാനിക്കുന്നതും. പിന്നീട് ഈ അപകടം ഉണ്ടാവുന്നു. ഈ കുട്ടിയെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു എന്നതാണ് അവർ പറയുന്നത്. കുട്ടിയെ JNPT ആശുപത്രിയിലേക്കും രക്ഷിതാക്കളെ ഇവിടെ ഡോക്യാർഡിലേക്കും, മുംബൈയിലെ ഡോക്യാർഡിലേക്കും എത്തിച്ചു. അങ്ങനെയാണ് അവർ 2 വശത്തേക്ക്, 2 ഇടത്തേക്ക് ആയി പോകുന്നത്. അങ്ങനെയാണ് ഈ അവ്യക്തതകളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. പക്ഷെ പിന്നീട് ഈ വിവരം അമ്മാവൻ അന്വേഷിച്ച് കണ്ടെത്തുകയും കുട്ടിയെ തിരികെ ഈ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. 6 വയസ്സാണ് കുട്ടിക്കുള്ളത്. ഏബിൾ മാത്യു എന്നതാണ് നമ്മൾ പേര് മനസ്സിലാക്കുന്നത്. അച്ഛന്റെ പേര് മാത്യു ജോർജ് എന്നതാണ്. അപ്പം നിഷ മാത്യു ജോർജ് എന്നതാണ് അമ്മയുടെ പേര്. ഏതായാലും ഇവരിപ്പോൾ വലിയൊരു ആശ്വാസമാണ്, വലിയൊരു ഞെട്ടലാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മകനെ കൈവിട്ട് പോവുകയും പിന്നീട് എവിടെയാണെന്ന് അറിയാതെ കഴിയേണ്ടി വരികയും ചെയ്യുന്ന കുറച്ച് മണിക്കൂറുകൾ, ആ മണിക്കൂറുകളുടെ ഒക്കെ ആശങ്ക ഒടുവിൽ മാറുന്നു. ആശ്വാസത്തിന്റെ വാർത്ത വരുന്നു. കുട്ടി അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തുന്നു. ആശ്വാസത്തിലാണ്. മുംബൈയിലെ ചാന്ദിയിലാണ് ഇപ്പോൾ ആ കുടുംബം ഉള്ളത്. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആ കുടുംബവുമായി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റിജിത്ത്, ശ്രീനാഥ്, ഈ കുട്ടി ഇങ്ങനെ വിവരം കൈമാറിയതിന് പിന്നാലെ ആശുപത്രി അധികൃതരോട് മലയാളിയാണ്, രക്ഷിതാക്കളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനൊക്കെ പിന്നാലെ വലിയ രീതിയിലുള്ള അന്വേഷണം അവിടെയുള്ള മലയാളി കൂട്ടായ്മകളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരുപാട് പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ ഉള്ളവരുണ്ട്. ആ ആശുപത്രികളിലൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു അന്വേഷണം കൂടി അതിന് ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലേ ശ്രീനാഥ്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും ഈ ഘട്ടത്തിലൊക്കെ തന്നെ പരക്കുന്നുണ്ടായിരുന്നു. സെന്റ് ജോർജ് ആശുപത്രിയിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ള വിവരം ആദ്യം ലഭിച്ചു. JJ ആശുപത്രിയിൽ ഉണ്ടെന്ന് മറ്റൊരു വിവരം വന്നു. ഈ ആശുപത്രിയിലൊക്കെ തന്നെ നമ്മളും നേരിൽ പോയി അവിടുത്തെ RMOയുമായൊക്കെ സംസാരിച്ച് ഏറെ നേരം ഇതിന്റെ പുറകെ നമ്മൾ അടക്കം, മാധ്യമപ്രവർത്തകർ അടക്കം ഇതിന് പുറകെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയമൊക്കെ തന്നെ കുട്ടി സുരക്ഷിതരായി രക്ഷിതാക്കളുടെ കൈകളിലേക്ക് എത്തുന്ന നിമിഷങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആശുപത്രി വാസത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ 2 പേർക്കും പോയിരുന്നില്ല. അവർ ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു അപകടം അത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ജീവൻ കൊണ്ട് എന്ന് എത്തിച്ചില്ല. 2 ഭാഗങ്ങളിലേക്കായി അവരെ രക്ഷിച്ച് എത്തിച്ചത് എന്നതുകൊണ്ടാണ് അവർ ഈ കാണാതെ വേർതിരിഞ്ഞ് കുറച്ചു സമയം നിൽക്കേണ്ടി വന്നത്. കുട്ടി അല്പം പേടിച്ചാണ് ആശുപത്രിയിൽ നിന്നത്. കുട്ടിക്ക് ആ സമയം ഹിന്ദി അടക്കമുള്ള ഭാഷ കുട്ടിക്ക് അത്ര വശമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. മലയാളിയാണെന്ന് മനസ്സിലായി. ആദ്യം വന്ന പേര് കേവൽ എന്നതായിരുന്നു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. അവർക്കും അതിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ നവ്ഷേവ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടിയെ പിന്നീട് ആശുപത്രിയിലേക്ക്, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന വിവരം അടക്കം പറയുന്നത്. അങ്ങനെയാണ് പേര് ഏബിൾ മാത്യു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് ചാന്ദിവലിയിലുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചു. കുട്ടിയുടെ ഒരു അമ്മാവൻ ഈ വിവരം അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് അമ്മാവന്റെ കൈവശം കുട്ടിയെ കൊടുത്തു അയക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനുശേഷം രക്ഷിതാക്കളെ അമ്മയുമായി കുട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരു വട്ടം വീഡിയോ കോൾ ചെയ്ത് അമ്മയുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഒരു വലിയ ആശങ്ക, ഏറെ മണിക്കൂറുകൾ നീണ്ട ഒരു ആശങ്ക അവിടെ അവസാനിക്കുന്നത്. അങ്ങനെ പിന്നീട് ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ചാണ് ഈ
ഈ അപകടം ഉണ്ടായിരുന്നത്. ആ കുട്ടി തൻ്റെ രക്ഷിതാക്കളെ കാണാനില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ആ കുട്ടിക്ക് മുമ്പിലേക്ക് രക്ഷിതാക്കൾ എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷം.